കരിസ്മാറ്റിക് കമ്മീഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഫാദർ ജോൺസൺ ടൗണ്ടിയിൽ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സംഘാടകരെ, പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, 3 ദിവസമായി നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളെല്ലാവരും കുറച്ചുകൂടി ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടുണ്ടാകുമെന്ന്, മനുഷ്യരോട് കൂടുതൽ അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സമാധാനം പാലിക്കുവാനും കരുണ കാണിക്കുവാനുമുള്ള വരങ്ങളൊക്കെ, ചുരുക്കത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ 3 ദിവസം കൊണ്ട് സമ്പന്നരായി എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രഘോഷിച്ചവർ, വചനം പ്രഘോഷിച്ചവർ നിരവധിയാണ്. കേരളത്തിലും കേരളത്തിന് പുറത്തും വചനം പ്രഘോഷിക്കുന്നതിൽ പ്രഗത്ഭരായ ഈ വ്യക്തികൾ വന്ന് വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മുറിച്ച് വിശദീകരിച്ച് നൽകുകയുണ്ടായി. ഇങ്ങനൊരു അവസരം തന്ന നല്ലവനായ ദൈവത്തിന് നമുക്കിന്ന് പ്രത്യേകമായി നന്ദി പറയാം. ഈ ജൂബിലി നമ്മളെ കുറച്ചുകൂടി ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കട്ടെ എന്ന്, കുറച്ചുകൂടി മനുഷ്യരിലേക്ക് നമ്മെ കൊണ്ടുപോകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് എന്താണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് ദൈവത്തോട് ആരാഞ്ഞപ്പോൾ എനിക്ക് പല ആശയങ്ങളും ലഭിക്കുകയുണ്ടായി. എന്നാൽ വളരെ ശക്തമായിട്ട് എനിക്ക് കിട്ടിയ ആശയം, എനിക്ക് കിട്ടിയ ദർശനം, നിങ്ങൾ അയക്കപ്പെട്ടവരാണ് എന്ന് പറയുക എന്നതായിരുന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാർ അയക്കപ്പെട്ടവരായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി ഭൂമിയുടെ അതിർത്തികൾ വരെ സദ്വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു. ഇന്ന് നിങ്ങൾ ഈ സുവർണ ജൂബിലി ആഘോഷിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കോറിയിടേണ്ടത്, ഞാൻ അയക്കപ്പെട്ടവനാണ്. അയക്കപ്പെട്ടിരിക്കുന്നവര് ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് പറയുവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ലജ്ജിക്കാതെ എല്ലായിടത്തും ദൈവവചനം പ്രഘോഷിക്കുന്നതിന് ലജ്ജിക്കാതെ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് ലജ്ജിക്കാതെ, ദൈവം പിതാവാണെന്ന്, ദൈവം പുത്രനാണെന്ന്,
ദൈവം പരിശുദ്ധാത്മാവാണെന്ന് പ്രഖ്യാപിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലേക്കായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തിന് സുവിശേഷം പ്രസംഗിക്കണം. രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സുവിശേഷ പ്രസംഗം എങ്ങനെ ആയിരിക്കണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം? ഇന്ന് പലയിടങ്ങളിലും നമ്മുടെ ആളുകൾ തളർന്നു കിടക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുവാൻ മടിയാണ്. അതിൻ്റെ കാരണം, എല്ലാ മതങ്ങളും മനുഷ്യനെ ദൈവത്തിലേക്ക് എടുക്കുന്നുവെങ്കിൽ, എല്ലാ മതങ്ങളിലും സത്യമുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനിയാകണം എന്നുള്ള സംശയമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉത്തരം, അത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. ഇറ്റ് ഈസ് ദ കമാൻഡ് ഓഫ് ജീസസ്. ഇന്നത്തെ സുവിശേഷത്തിൽ, മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മൾ യേശുക്രിസ്തുവിനെ ദൈവമായി, കർത്താവായി, ഗുരുവായി എല്ലാം കണക്കാക്കുന്നുവെങ്കിൽ, ആ ഗുരു പറയുന്നത് അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഒന്നാമതായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് ഒന്നാമത്തെ കാരണം, അത് നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നുള്ളതാണ്. രണ്ടാമതായി എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവാനുഭവം, ക്രിസ്തുവാനുഭവം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വചനം കേട്ട്, നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തൊക്കെ നല്ല അനുഭവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക്, ക്രിസ്തുവാനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ അനുഭവം മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാൻ വേണ്ടി ദൈവം തരുന്ന അനുഭവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഉദാഹരണത്തിന്, ഈ ഡിവൈൻ സെൻ്ററൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ ഇവിടെ ധ്യാനിക്കുന്നതിന് വേണ്ടി വരുമായിരുന്നു. ഇവിടെ വന്ന് ധ്യാനിച്ച് അവർക്ക് നല്ല അനുഭവം ഉണ്ടായപ്പോൾ അവർ കണ്ടുമുട്ടുന്നവരോടൊക്കെ, നിങ്ങൾ പോർട്ടയിൽ പോകണം, നിങ്ങൾ ഡിവൈനിൽ പോകണം, ഒരു ധ്യാനം കൂടണമെന്നൊക്കെ നമ്മുടെ ആളുകൾ മറ്റുള്ളവരോട് പറയുമായിരുന്നു. വൈദികർ പറയുമായിരുന്നു, സിസ്റ്റേഴ്സ് പറയുമായിരുന്നു, അൽമായർ പറയുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ചില ആളുകൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഉദാഹരണത്തിന്, അണക്കര പോകുന്നവർ പറയുന്നു, അണക്കര പോകണം, പ്രാർത്ഥിക്കണം, വചനം കേൾക്കണമെന്ന്. ആലപ്പുഴയിൽ കൃപാസനത്തിൽ പോകുന്നവർ പറയും, അവിടെ പോകണം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം, വചനം കേൾക്കണമെന്ന്. ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൽ പോകുന്നവർ പറയും, അവിടെ പോകണം, പ്രാർത്ഥിക്കണം, ദൈവവചനം കേൾക്കണമെന്ന്. വട്ടായി അച്ഛൻ്റെ അടുത്ത് പോകുന്നവർ പറയും, അച്ഛനെ കാണണം, അച്ഛൻ്റെ അടുത്ത് പോകണം, വചനം കേൾക്കണം, പ്രാർത്ഥിക്കണമെന്ന്.
ചുരുക്കം പറഞ്ഞാൽ നല്ല അനുഭവങ്ങൾ നമ്മളെല്ലാവരും പങ്കുവെക്കുവാനായിട്ട് തയ്യാറാണ്. എങ്കിൽ ദൈവവുമായി നമ്മൾ കണ്ടുമുട്ടി കഴിയുമ്പോൾ, ക്രിസ്തുവുമായി നമ്മൾ കണ്ടുമുട്ടി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവുമായി നമ്മൾ കണ്ടുമുട്ടി കഴിയുമ്പോൾ ആ ദിവ്യാനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കേണ്ടതല്ലേ? മൂന്നാമതായിട്ട് എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷാകര മാർഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരും ഉപയോഗിക്കണമെന്ന്, അതിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണത്തിന്, നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട്, നമുക്ക് കൂദാശകളുണ്ട്, നമുക്ക് കുമ്പസാരത്തിൻ്റെ കൂടുണ്ട്. ഇവയൊക്കെ നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും അടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അത് അലിവിൻ്റെ കൂടാരമായ കുമ്പസാരക്കൂട്ടിൽ ചെന്ന് വൈദികനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ മാപ്പപേക്ഷിക്കുമ്പോൾ ആ പാപം എന്നേക്കുമായി പൊറുക്കപ്പെടുന്നുവെന്ന് നമുക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആരും കുറ്റബോധത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ മാർഗമുള്ളപ്പോൾ, ആ മാർഗം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം, നമുക്ക് കിട്ടുന്ന സന്തോഷം, നമുക്ക് കിട്ടുന്ന ആനന്ദം, അത് നമ്മുടെ ചുറ്റുമുള്ളവരും സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറയുന്ന 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. 2, നമ്മുടെ ക്രിസ്തുവാനുഭവം പങ്കുവയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. 3, സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷാകര മാർഗങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സമൂഹം ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ത് മാർഗങ്ങളാണ് അവർ ഉപയോഗിച്ചത്? 3 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് അവർ ഉപയോഗിച്ചത്. ഒന്ന്, they shared their faith. 2, they shared their wealth. 3, there was a qualitative difference in their lifestyle. ഒന്നാമതായിട്ട് അവർ അവരുടെ വിശ്വാസം പങ്കുവച്ചു. എന്തായിരുന്നു അവരുടെ വിശ്വാസം? ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ജീസസ് ഈസ് ദ ലോർഡ്, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ്. യേശു കർത്താവാണ്, യേശു ക്രിസ്തുവാണ്, യേശു ദൈവപുത്രനാണ്. ഈ വിശ്വാസം പീഡിതനും ക്രൂശിതനും ഉത്ഥിതനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരെല്ലാവരോടും പ്രസംഗിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ പത്രോസ് പ്രസംഗിച്ച് 3000-ലധികം ആളുകൾ അവരുടെ കൂടെ ചേർന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് അവർ ചെയ്തത് അവരുടെ വിശ്വാസം പങ്കുവെച്ചു എന്നുള്ളതാണ്. നമ്മളും നമ്മുടെ വിശ്വാസം പൊതിഞ്ഞു വയ്ക്കാതെ അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ റെഡിയാകണം. രണ്ടാമതായിട്ട് അവരുപയോഗിച്ച മാതൃക അവരുടെ സമ്പത്ത് പങ്കുവെച്ചു എന്നുള്ളതാണ്. വിശ്വാസം പങ്കുവയ്ക്കുക മാത്രമല്ല ചെയ്തത്, സമ്പത്തും പങ്കുവെച്ചു. അതുകൊണ്ടല്ലേ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അവർക്കൊന്നും
സ്വന്തമായി ഉണ്ടായിരുന്നില്ല, എല്ലാം പൊതുവായിട്ടുള്ളതായിരുന്നു. അതിന് കൂട്ടായ്മയുടെ, പ്രാർത്ഥനയുടെ, വിശുദ്ധ കുർബാന അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ, അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ഒക്കെ വ്യക്തികളായി അവർ രൂപാന്തരപ്പെടുകയായിരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത്, അവർ ഉപയോഗിച്ച മാർഗം അവരുടെ ജീവിതത്തിൽ ഗുണാത്മകമായ ഒരു മാറ്റം ദർശിക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അന്നത്തെ ക്രൈസ്തവരെ കണ്ടവർ മനസ്സിലാക്കി അവർക്ക് ദിവ്യ അനുഭവം ഉണ്ടായെന്ന്. അവരെ സ്നേഹം കണ്ടിട്ട് അവർ പറഞ്ഞു, നോക്കൂ അവരെങ്ങനെ സ്നേഹിക്കുന്നുവെന്ന്. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ദർശിക്കാൻ, ഒരു രൂപാന്തരം പ്രാപിച്ച മനുഷ്യരുടെ ജീവിതം ദർശിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ രൂപാന്തരം പ്രാപിച്ച വ്യക്തികളാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് നോക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ആദ്യമേ ക്രൈസ്തവ സമൂഹത്തിൽ നോക്കി മറ്റുള്ളവർ പറയുമായിരുന്നു, നോക്കൂ അവരെങ്ങനെ സ്നേഹിക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, നമ്മുടെ പുഞ്ചിരി കണ്ടിട്ട്, നമ്മുടെ നല്ല വാക്കുകൾ കേട്ടിട്ട്, അങ്ങനെ സുന്ദരമായി നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, ഇവൻ ഡിവൈൻ സെന്ററിൽ പോയി, ഇവൾ ഡിവൈൻ സെന്ററിൽ പോയി, ഇതാ പ്രാർത്ഥിച്ച് രൂപാന്തരം പ്രാപിച്ച് മറ്റൊരു ക്രിസ്തുവായി മാറിയിട്ട് ഇവിടെ വന്നിരിക്കുന്നുവെന്ന്. അത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ആരംഭിക്കണം. ഇവിടെ പ്രാർത്ഥനയും ഇവിടെ വചനം കേൾക്കലും മാത്രമായിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മറ്റൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ അവിടെ ഗുണാത്മകമായൊരു മാറ്റം ദർശിക്കാൻ സാധിക്കുകയില്ല. ശരിക്കും പറഞ്ഞാൽ വചനം കേട്ട് നമ്മുടെ ആളുകൾ രൂപാന്തരപ്പെടുകയാണെങ്കിൽ നമ്മൾ ആരും തന്നെ പ്രസംഗിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ മാതൃകയായിത്തീരും. ജീവിതം തന്നെ ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗമായി തീരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സുവിശേഷ പ്രസംഗമാക്കുമെന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് ആരും ചോദിക്കരുത്, ഇവൻ വല്ല കരിസ്മാറ്റിക് ആണെന്ന് പറയുന്നല്ലോ, പക്ഷെ ഇവൻ്റെ വായിൽ നിന്ന് വരുന്നത് കേട്ടില്ലേ, ഇവൻ്റെ ജീവിതം കണ്ടില്ലേ, ഇവൻ്റെ നടപ്പ് കണ്ടില്ലേ എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളൊരു സാക്ഷ്യവും നൽകുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്ന് ഈ 3 ദിവസം താമസിച്ച് പ്രാർത്ഥിച്ച് വചനം കേട്ട് എല്ലാവരെയും പരസ്പരം കണ്ട് സ്നേഹിച്ച് നിങ്ങൾ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു സുവിശേഷമായി, മറ്റൊരു ക്രിസ്തുവായി നിങ്ങൾ മാറണം. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഓരോ ക്രിസ്ത്യാനിയും ഒരു 5ാമത്തെ സുവിശേഷം എന്നാണ്. നമുക്ക് 4 സുവിശേഷങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. ഈ 5ാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ,
നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളോ മുസ്ലിമുകളോ ഒരുപക്ഷെ ബൈബിൾ വായിച്ചിട്ടുണ്ടാകില്ല, സുവിശേഷം വായിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ നിങ്ങളൊരു അഞ്ചാമത്തെ സുവിശേഷമാകുമ്പോൾ നിങ്ങൾ ജീവിക്കുന്നിടത്തൊക്കെ അഞ്ചാമത്തെ സുവിശേഷമായി, സദ്വാർത്തയായി, ക്രിസ്തുവായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പം ഇന്ന് ഈ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട പ്രതിജ്ഞ ഇതാണ്: ഞാൻ ഒരഞ്ചാമത്തെ സുവിശേഷമായി തീരും. ഞാൻ ജീവിക്കുന്നിടത്ത് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ട് ജീവിക്കും. എൻ്റെ ജീവിതം കാണുമ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന്, ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ എന്നിലുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ചിലപ്പോൾ ചിലരൊക്കെ പറയാറില്ലേ, ഇവരൊക്കെ ക്രിസ്ത്യാനിയാണോ? അവരുടെ ജീവിതം കണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എൻ്റെ നാട്ടിലൊരാളുണ്ടായിരുന്നു, ആ ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകില്ല. അപ്പം ഞങ്ങളുടെ അവിടുത്തെ ചായക്കട നടത്തിയിരുന്ന ഒരു മുസ്ലിം സഹോദരൻ ഒരു ദിവസം അവനോട് ചോദിക്കുകയാണ്, നീയൊക്കെ ക്രിസ്ത്യാനിയാണോടാ? ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത നീ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതം വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും തല്ലുപിടുത്തത്തിൻ്റെയും അക്രമത്തിൻ്റെയും അസൂയയുടെയും സ്വാർത്ഥതയുടെയും അനിതമായി പെരുമാറുന്നതിൻ്റെയും കൊള്ളരുതാത്ത ചിന്തകളുടെയൊക്കെ വാസസ്ഥലമാണെങ്കിൽ നമ്മളെ നോക്കി മറ്റുള്ളവർ ചോദിക്കും, ഇവനൊക്കെ എന്ത് ക്രിസ്ത്യാനിയാണ്? അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ നമുക്ക് ദൈവം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണ അവസരം നൽകുകയാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഭൂമിയുടെ ഉപ്പാകാൻ, ലോകത്തിൻ്റെ പ്രകാശമാകാൻ, നിങ്ങൾ വസിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ സുഗന്ധമായി തീരാൻ, പരിമളമായി തീരാൻ നിങ്ങളെ വിളിക്കുന്നു. ഞാനിതൊക്കെ നിങ്ങളോടിന്ന് പറഞ്ഞത് എന്നോട് കർത്താവ് പറഞ്ഞിട്ടാണ്. ഈ അവസാന ദിവസം നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മെസ്സേജ്, നിങ്ങൾ അയക്കപ്പെട്ടവരാണെന്നും നിങ്ങൾ സുവിശേഷം ജീവിക്കേണ്ടവരാണെന്നും ആ സുവിശേഷം എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രചരിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയാനാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നും കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്, എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം? അതിൻ്റെ ഉത്തരം ഒന്നാമത്തേത്, അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. രണ്ടാമത്തേത്, സഭയിലൂടെ ലഭിക്കുന്ന വിവിധ രക്ഷാകര മാർഗങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തേത്, എൻ്റെ ക്രിസ്തുവാനുഭവം, എൻ്റെ ദൈവാനുഭവം, എൻ്റെ പരിശുദ്ധാത്മ അനുഭവം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഈ സുവിശേഷം മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി ആദിമ ക്രൈസ്തവ സമൂഹം ഉപയോഗിച്ച മെത്തേഡ്, രീതികൾ എന്തൊക്കെയാണ്? ഒന്ന്, അവരുടെ വിശ്വാസം പങ്കുവച്ചു. 2, അവരുടെ സമ്പത്ത് പങ്കുവച്ചു. 3, അവരുടെ ജീവിതത്തിൽ ഗുണാത്മകമായൊരു മാറ്റം ദർശിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.
യേശുവേ സ്തുതി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രൈസ് ദ ലോർഡ്.